ഹലോ സുഹൃത്തുക്കളെ, ഷെഫ് ജോജിയുടെ ബിയോണ്ട് ദ പ്ലേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിന് ശരിക്കും ഉപയോഗപ്രദമായ ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. സ്വാഭാവികമായും നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന 5 ഭക്ഷണങ്ങൾ ആണിത്. നിങ്ങൾ ഇതിനകം ഇവയിൽ ചിലത് കഴിക്കുന്നുണ്ടാകാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഒന്നാമതായിട്ട് മഞ്ഞളും കുരുമുളകും. മഞ്ഞൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മിക്ക ആളുകളും തിരിച്ചറിയാത്ത ഒരു കാര്യം ഇതാണ്: മഞ്ഞൾ മാത്രം ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരം നന്നായി ആഗിരണം ചെയ്യുന്നില്ല. എന്നാൽ നമ്മളിത് കുരുമുളകുമായി സംയോജിപ്പിക്കുമ്പോൾ അതൊരു സൂപ്പർ ഹീറോ ആയി മാറും. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുന്നത്. കുരുമുളകിൽ പൈപ്പറിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് മഞ്ഞളിൻ്റെ അബ്സോർപ്ഷൻ 2000% വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ കറിയിലോ പരിപ്പിലോ പാലിലോ മഞ്ഞൾ ചേർക്കുമ്പോൾ ഒരു നുള്ളു കുരുമുളക് ഇട്ടാൽ അതിൻ്റെ ഫലം ഇരട്ടിയായിരിക്കും. രണ്ടാമത് തക്കാളിയും ഒലിവ് ഓയിലും. തക്കാളിയിൽ ലൈക്കോപ്പിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിനും ചർമ്മത്തിനും നല്ലതാണ്. എന്നാൽ ലൈക്കോപ്പിൻ കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അതായത് ഹെൽത്തി ഫാറ്റിനൊപ്പം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അത് നന്നായി ആഗിരണം ചെയ്യും. അവിടെയാണ് ഒലിവ് ഓയിലിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് മെഡിറ്ററേനിയൻ ഭക്ഷണങ്ങൾ വളരെ ആരോഗ്യകരമായിരിക്കുന്നതിൻ്റെ കാരണം. അവർ എപ്പോഴും തക്കാളിയും ഒലിവ് ഓയിലും ചേർത്താണ് ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നത്. മൂന്നാമത് തൈരും വാഴപ്പഴവും. നമുക്ക് ഊർജത്തിനും ദഹനത്തിനും അനുയോജ്യമായ ഒരു കോമ്പിനേഷൻ ആണിത്. നമുക്കറിയാം, തൈരിൽ പ്രോബയോട്ടിക്കുകൾ ധാരാളമുണ്ട്. അതുപോലെ പഴത്തിൽ പൊട്ടാസ്യവും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ ഒരുമിച്ച് ദഹനം മെച്ചപ്പെടുത്തുകയും ശരീരത്തെ തണുപ്പിക്കുകയും കുറച്ചധികം നേരം നിലനിൽക്കുന്ന ഊർജം നമുക്ക് നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് തൈര് വാഴപ്പഴവുമായി ചേർത്ത് കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരേപോലെ നല്ലതാണ്. നാലാമത് ചീരയും നാരങ്ങാ നീരും. ചീരയിൽ വളരെ സമൃദ്ധമായിട്ട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു രഹസ്യമുണ്ട്. നമ്മുടെ ശരീരം സസ്യങ്ങളിൽ നിന്നുള്ള ഇരുമ്പ് അത്ര എളുപ്പത്തിൽ ആഗിരണം ചെയ്യില്ല. എന്നാൽ നാരങ്ങാ നീരിൽ എന്ന പോലെ വിറ്റാമിൻ സി ചേർക്കുമ്പോൾ അത് നമ്മുടെ ശരീരം ആ ഇരുമ്പ് നന്നായി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അതിനാൽ എപ്പോഴും നമ്മുടെ ചീര വിഭവങ്ങളിൽ, അതിപ്പോൾ ചീരത്തോരനായാലും ചീരക്കറി ആയാലും പാലക്ക് കറി ആയാലും അല്ലെങ്കിൽ സാഗ് ആയാലും, അവയിൽ അല്പം നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതായിരിക്കും. സ്വാദിൽ ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നേക്കാം, പക്ഷേ അതുണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും. അഞ്ചാമത് രാജ്മയും ചോറും അല്ലെങ്കിൽ പരിപ്പും ചോറും. ഇന്ത്യൻ വീടുകളിലെ ഒരു ക്ലാസിക് കോംബോ ആണ് രാജ്മയും ചോറും അല്ലെങ്കിൽ പരിപ്പ് കറിയും ചോറും. നമുക്കെല്ലാവർക്കും ഇത് വളരെ ഇഷ്ടവുമാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുമായി ബന്ധമുള്ളവർക്ക്. എന്നാൽ രാജ്മയോ പരിപ്പോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും നൽകുന്നില്ല. എന്നാൽ ചോറുമായി സംയോജിക്കുമ്പോൾ അവ ഒരു സമ്പൂർണ്ണ പ്രോട്ടീൻ ഭക്ഷണത്തിൻ്റെ ഒരു പായ്ക്കായിട്ട് മാറുന്നു. മാംസത്തിൽ നിന്നോ മുട്ടയിൽ നിന്നോ നമുക്ക് ലഭിക്കുന്ന പോലെ തന്നെയുള്ള പ്രോട്ടീൻ ഈ കോംബോയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതെ, നമ്മുടെ ഈ ചെറിയ പരിപ്പ് ചാവൽ അല്ലെങ്കിൽ രാജ്മ ചാവൽ യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കലി സ്മാർട്ട് ആയിട്ടുള്ള ഫുഡ് കോംബോ ആണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ മീൽസ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ കോംബോകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അവ വളരെ സിമ്പിളും രുചികരവും നമ്മുടെ ആരോഗ്യത്തിന് മികച്ചതുമാണ്. എല്ലായ്പ്പോഴും ഫാൻസി സൂപ്പർ ഫുഡുകളൊന്നും അല്ല. ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ മാജിക് ഫുഡുകൾ നമ്മുടെ അടുക്കളയിലുണ്ട്. ശരിയായ രീതിയിൽ ചേർത്ത് പാകം ചെയ്യുവാൻ നമ്മെ കാത്ത് അവ അടുക്കളയിൽ തന്നെയുണ്ട്. ഇന്ന് ഷെഫ് ജോജി ബിയോണ്ട് ദ പ്ലേറ്റിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ നുറുങ്ങുകൾ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഷെഫ് ജോജി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം. അതുവരേക്കും ബൈ ബൈ.